ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. ചേട്ടാ ഓ ഹായ്. ഹായ്. ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് അതുപോലെ എടുത്തിട്ട് വന്ന് എല്ലാം കഴിച്ചിരുന്ന് ഈ വ്യൂ എൻജോയ് ചെയ്യാം. ഇപ്പോൾ സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. 8:30 സൺറൈസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താലോ? എനിക്ക് എടുത്തോണ്ടാ. ഓഹോ, ഞങ്ങൾ രണ്ടുപേരില്ലേ? നിങ്ങൾ രണ്ടുപേരുണ്ടല്ലേ? രണ്ടുപേർക്കുള്ള എടുക്കണം, 2 പ്ലേറ്റിലേക്ക്. ആ നന്നായി. എനിക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ കൊണ്ടുവന്നു. അതാകുമ്പോൾ എനിക്ക് നോക്കിയെടുക്കാം. മണ്ടേ കിട്ടോ? അതെനിക്കിഷ്ടം. ഇട്ടു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു കാണിച്ചിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിന് പോയി തന്നെ എല്ലാം എടുത്തു. അതാകുമ്പം ഇവിടെ ഇരുന്ന് അങ്ങ് എൻജോയ് ചെയ്യാമല്ലോ അല്ലേ? അതിലൊരു വെയിറ്റ് ചെയ്യാൻ വയ്യ. ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞങ്ങൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അല്ലുവിന് വേഫിൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. സാധാരണ മിക്കടുത്ത് ഒരു അലക്കാട്ടയും എല്ലുവിൻ്റെ വരുന്ന സംഭവം വേഫിൾസ്. ഇവിടെ പക്ഷേ ഭാഗ്യത്തിന് അവരുടെ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ വേഫിൾസ് ഉണ്ടായിരുന്നു. ഹാപ്പി? കോഫി. ഇവിടുത്തെ ഒരു ഗെയിംസ് ഏരിയയാണ്, ഗെയിംസ് ആൻഡ് ലോഞ്ച് ഏരിയ. ഓ കമോൺ, അടിപൊളി. പിയാനോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വായിക്കുന്നൊരു ടോണാണ് അത്. വെറൈറ്റി പിടിക്കാൻ വേണ്ടി. വ്യൂ ആണ് അടിപൊളി. ഇത് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്താണ് കഴിച്ച് പെരുമ്പായ? ഇതിലേ ഇങ്ങനെ ചാരി ഇരിക്കാം. നീ ഇതിന് എണ്ണിക്കാനാണ് പാട്. ഒന്ന് എണീറ്റ്. Come on, you can. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്ന് പറഞ്ഞൊരു പെയിൻ വരും എന്നുള്ള കാര്യം ഞാൻ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് മനസ്സിലാക്കിയത്. ഇപ്പം തേർഡായി. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എണ്ണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം നിന്നെ കൊണ്ട് പറ്റും. കമോൺ, റിയാലിറ്റി കാണിച്ചു തരാം. Yes, you did it. അതിനെ കൊണ്ടൊരു കാര്യം കൂടിച്ചു. ഞാൻ ആക്ട് ചെയ്യുന്നല്ലേ, ശരിക്കും ഇങ്ങനെയാണ്.
സ്ട്രഗിൾ ഓഫ് പ്രഗ്നന്റ് ലേഡീസ് അല്ലേ? എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നോട്ടം? എവറിത്തിങ് ഇസ് എ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ? ആ ഗെയിമിന്റെ കഴിഞ്ഞ നമുക്ക് അത്രയൊക്കെ ഉള്ളു, നമുക്ക് അത്രയൊക്കെ അറിയാവുള്ളു. എന്നാ അതോർണം അടിച്ച് അതിലിട്ടിട്ട് പോ, അതറിയാലോ. ഇതാ ചേട്ടാ വടി. വലിയ കളിക്കാരനല്ലേ കളി. അറിയത്തില്ലെങ്കിൽ അങ്ങോട്ട് മാറി. നല്ല എന്തൊക്കെയാ ചെയ്യാന്ന് പറഞ്ഞതാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളക്കകത്താണേ, വെള്ള യൂസ് ചെയ്യണ്ട, അതറിയാവോ? എങ്ങോട്ടാ? അല്ല അതിനെല്ലാം അടിച്ച് കൂട്ടലിടണ്ട. അല്ലത് എങ്ങോട്ട് അടിക്കാൻ പോകുന്നത്? ആ സൂപ്പർ. പണ്ടത്തെ വീഡിയോ എടുത്ത് കണ്ടാ മതി, ഞാൻ ഇത് മാത്രം കളിക്കാൻ. ഇതല്ലേ ഡ്രെയിനേജിന്ന് എന്തോ തോണ്ടി എടുക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ച് കഴിഞ്ഞല്ലോ. ഇത് വെച്ച് കീഴടങ്ങി പിടിച്ച ഇപ്പൊ കാണിച്ചു തരാം, തകർത്ത് മിക്കവാറും അല്ല നടക്കൂ. അത് ഞാൻ അവിടെ കൊണ്ട് വെച്ച് തന്നു 5 ദിവസങ്ങൾ കണ്ടല്ലേ അത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വേണ്ട ഈ പച്ച. ഓ ബാ 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 പോവാം പോവാം. എനിക്ക് ഹോട്ട് ടബിൽ ഇറങ്ങാൻ പറ്റില്ല. കഷ്ടമായി പോയി. നോക്ക്, നിനക്ക് പറ്റുന്ന ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടാണോ നോക്ക്. എന്തായാലും ഹോട്ട് ടബിൽ ഇറങ്ങിക്കൂടാന്നാണല്ലോ. അതെ, ഭയങ്കര എക്സ്ട്രീം ചൂടില്ല. ചെറിയ ചൂടുണ്ട്, വേണ്ട ഇറങ്ങണ്ട. അപ്പൊ എങ്ങനെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നു, എന്നിട്ട് ഇതിലൊന്ന് ഇറങ്ങാം. ഇത്ര ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടി, അതിന് മുമ്പിൽ ഒരു ഹോട്ട് ടബ് ഇതൊക്കെ കിട്ടിയിട്ട് പിന്നെ അതൊന്നുമല്ല, ഈ ചേട്ടന് വെള്ളം കണ്ടാ പിരാന്ത. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, pregnant persons are not recommended to use the hot tub. അപ്പോൾ തീരുമാനമല്ലേ? We are pregnant ചേട്ടാ. We are pregnant, പക്ഷേ എൻ്റെ പ്രഗ്നൻസിക്ക് ഇത്തിരി ഇതുണ്ട്, കുറച്ചും കൂടെ ടോളറൻസ് ലെവലുണ്ട്. അത് കണ്ടോ, ഇതാണ് വി ആർ പ്രഗ്നന്റ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, നീ പ്രഗ്നന്റ് അല്ല, ഓഫ് കോഴ്സ് നീ ഹോട്ട് ടബിൽ ഇറങ്ങി. ഞാനപ്പോ വി ആർ പ്രഗ്നന്റ് എന്ന് പറയത്തില്ല, യു ആർ പ്രഗ്നന്റ് എന്ന് പറയത്തുള്ളൂ. ഇവിടെ എന്നെ കണ്ടോ ഗൈസ്, ഇങ്ങനെ ഫുള്ളി ഡ്രസ്ഡപ്പ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്തിനു പോവാന്നിപ്പോ മനസ്സിലായി കാണുമല്ലോ. തണുക്കട്ടങ്ങോട്ട് ചെന്ന് കയറിക്കൊടു, തണുപ്പിനകത്ത് അതോട് ഊരി കള കേട്ടാ.
അപ്പോൾ നമ്മൾ ഇവിടെ എമറാൾഡ് ലേക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഹലോ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എമറാൾഡ് ലേക്കിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ജസ്റ്റ് നമ്മൾ ഒരു നൈറ്റ്, അതെ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര മെമ്മറബിളാണ്, അത്രയ്ക്ക് കിടുവാണ്. അതെ. അപ്പോൾ ഇനി നമ്മൾ എവിടെ പോകുന്നതെന്നുള്ളത് അത് ഞാൻ അല്ലുവിന് ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. അതും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രയും ഭയങ്കര അടിപൊളി ഒരു സ്പോട്ടൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഒരു അടിപൊളി നല്ലൊരു, അതെ നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് സൈറ്റ് സീയിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഐറ്റിനറിയിലില്ലായിരുന്നു. കൂടുതലും അല്ലുവിന് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബേബി മൂണായിരുന്നു ഞാൻ ഈ പ്ലാൻ ചെയ്തത്. ഇനി ഇവിടെ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇവിടെ ചുമ്മാ ഒന്ന് കറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്രോപ്പർട്ടിയിലൊക്കെ ഒന്ന് നടന്ന് എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം തിരിച്ച്. അപ്പോൾ നമ്മൾ എമറാൾഡ് ലേക്ക് ലോഡ്ജിൽ നിന്ന് ഇറങ്ങാൻ പോവുക. ചെക്കൗട്ടെല്ലാം കഴിഞ്ഞു. നമ്മളെ പിക്ക് ചെയ്യാനുള്ള ഷട്ടിൽ സർവീസ് അവർ എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ പാർക്കിങ്ങിൽ പോന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ലേക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് വരുന്നുണ്ട്. ഒന്നുകൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എന്തെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബൈ പറയാം എമറാൾഡ് ലേക്ക് ലോഡ്ജിന് ബൈ പറഞ്ഞുകൊണ്ട് ബൈ. ഹലോ, തൊപ്പിയൊക്കെ വെച്ച് എങ്ങോട്ടാണ്? തൊപ്പിയൊക്കെ വെച്ച് നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ പോവാണ്. ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്, ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് ഫ്രോസൺ ആയിട്ട് കിടക്കുമായിരുന്നു. പകുതി ഫ്രോസൺ, പകുതി നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. പകുതി ഫ്രോസൺ ആയി കിടക്കുകയായിരുന്നു, ഇങ്ങനെ ഫുൾ ഒഴുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ലേക്ക് ലൂയിസ് വില്ലേജിലെത്തി. ലേക്ക് ലൂയിസിലോട്ട് പോയില്ല, ലേക്ക് ലൂയിസ് വില്ലേജിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നു. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇതുവരെ അല്ലുവിനോട് പറഞ്ഞിട്ടില്ല എവിടെയാണെന്ന്. എന്തോ വലിയ കാട്ടിലും കണ്ടോണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാവം, എനിക്കറിയില്ല ഇപ്പോൾ അടുത്ത് എവിടെയാണ് പോകാൻ പോകണമെന്ന്. ഇന്നലെ നമ്മുടെ എമറാൾഡ് ലേക്ക് ലോഡ്ജിലോട്ട് ലേക്ക് ഇന്ന് ഇറങ്ങിയിട്ട് ലോഡ്ജിലോട്ട് തിരിയാൻ നേരമേ അതിൻ്റെ സൈഡിൽ ബോർഡ് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ കണ്ടില്ല. ചേട്ടൻ തിരിക്കുന്ന പറഞ്ഞ പ്രാണത്തിൽ അങ്ങ് തിരിച്ചു. എന്തായാലും അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ഫുഡൊക്കെ വേറൊരു ലെവലായിരുന്നു സംഭവങ്ങളെല്ലാം. പക്ഷെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് ഭയങ്കരമായിട്ട് സംഭവമൊന്നുമല്ല. പിന്നെ നമുക്ക് ഒരു നൈറ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് ഞാൻ നോക്കി കണ്ടെത്തിയ ഒരു സ്പോട്ടാണ് സ്റ്റേക്കേഷൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതിൻ്റെ കൂടെ ഭയങ്കര ടയേർഡാണ്. അത് വരുന്നത് ഇപ്പം സമയം ഏകദേശം 3 മണി ആവാറായി. അപ്പോൾ അതിൻ്റെ വിശപ്പിൽ നല്ല ടയേർഡായിട്ടുണ്ട്. വിശന്നിട്ടാണോ ടയേർഡായത് അതോ തണുപ്പിടിച്ചിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എനർജി ബാറ്ററി ഫുള്ളാവുമെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അല്ലുവിനെ നമ്മൾ സമ്മതിക്കണ്ടേ. അല്ലുവിൻ്റെ 7th മന്തിൽ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ലേ. നമ്മൾ ഈ 7th മന്തിലും അതും 8th മന്ത് ആവാറായി. എന്നിട്ട് എന്താണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ എന്താ. ഇതാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്.
അല്ലു എന്തൊരു കിഴങ്ങ് അതേപോലെ എടുത്തോണ്ടെങ്കിൽ കൊണ്ടുവന്നു തോന്നല്ലോ. എന്തൊരു ബേക്ക്ഡ് പൊട്ടാറ്റോ എന്നാണ് പറഞ്ഞേക്കുന്നത്. തട്ടിയ ഇല്ലല്ലോ, എവിടെ ബേക്ക്ഡ്? അതെന്തോ പച്ചക്കറി കടയിലോട്ട് നോക്കുന്നവരുണ്ടല്ലോ. അതെ, എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് ചാർജ് ആവട്ടെ. അതെ, എന്നാൽ ഞങ്ങൾ ചാർജ് ആവട്ടെ. ഒന്നും പറയല്ലേ? എന്താ പറയാണ്ട്? എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. നമ്മള് ഇപ്പൊ മറ്റേ സ്റ്റേ ചെയ്യുന്ന അടുത്തോട്ട്. അതെവിടെയാന്ന് പറ. അതിനിപ്പോ കാണാലോ. ഇത്രയും ഹൈപ്പൊന്നും കൊടുക്കണ്ട, ഇത്രയും വലിയ സംഭവമൊന്നുമല്ല. എനിക്കിതൊക്കെ വലിയൊരു സംഭവം. കീ കിട്ടി. ഇനി എന്താ ആ ഡോർ യൂസ് ചെയ്തോ? സോറി, പ്ലീസ് യൂസ് ദ അതർ ഡോർ. ഈ സൈഡിൽ കൂടെ ആണോ? യെസ്, ഓക്കെ. ടേക്ക് ദ സ്റ്റേഴ്സ്. നല്ല സർപ്രൈസ്. അതെ, ഇതിൽ എന്തുണ്ട്? കീലുണ്ട്. ഇറ്റ്സ് നമ്പർ 1. കീ എടുത്തില്ല, അടഞ്ഞു പോകും. നമ്മുടെ സ്വീറ്റ് കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യൂ. അടിപൊളി ബെഡ്റൂം ഇവിടെ. Okay, this is our bedroom. What's that? Oh, ഇത് ഫാൻസി ആണല്ലോ. അപ്പൊ ഇവിടെ ആയിരിക്കും ഞാൻ ഇന്ന് മൊത്തം. അതെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. ഇവിടുത്തെ ആ പുറത്ത് കാണുന്ന ഒരു ഷാലറ്റ്സിലും നമുക്ക് ഈ ജക്കൂസിയുടെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഷാലറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ ഒരു ഫീച്ചറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ റൂം ബുക്ക് ചെയ്തത്. അപ്പൊ നിനക്ക് വന്നിട്ട് നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. നല്ല ടയർഡാണ്. ഇവിടെ എന്താ? ഇനി ഇവിടെ നമ്മുടെ ഒരു ലിവിങ് ഏരിയ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കിച്ചൺ, ഡൈനിങ് ഏരിയ, സോഫ, TV, ഫയർപ്ലേസ്, പിന്നെ ഈവൻ എ ബാൽക്കണി. അതെ, പുറമേ കണ്ടപ്പോ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കൊള്ളാം. സോ റിലാക്സ്. അപ്പൊ എന്റെ ബർത്ത്ഡേ നൈറ്റ് ഇവിടെയാണ് നമ്മൾ അല്ലേ? അതെ, ഇത് ഇവിടെ ഇതെടുക്ക്. ഓ, ഇത് കണ്ടില്ല. ഹാപ്പി ബർത്ത്ഡേ Amalu. We hope you have a great time celebrating your birthday with us. Also wish you a happy 7th anniversary to you. Oh, അത് കൊള്ളാം. അടുത്ത് കാണിച്ചോട്. ഇതൊന്ന് താത്ത് വെച്ചൂടെ? അത് വെക്കാം. അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. എന്താണ് പരിപാടി? റിലാക്സിങ്. കോസി അടിച്ചിരുന്ന് റിലാക്സ് ചെയ്യണം. നാട്ടിൽ ബർത്ത്ഡേ ആയി. സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മുടെ ഇവിടെ ആവത്തേ ഉള്ളൂ, 12 o'clock ആവത്തേ ഉള്ളൂ. പക്ഷെ ആയല്ലോ, നാട്ടിൽ ഓൾറെഡി ആയല്ലോ. അതെ, ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേൾ, എൻ്റെ ബർത്ത്ഡേ ഗേൾ. മൊത്തത്തിൽ നമ്മുടെ ബർത്ത്ഡേയും നമ്മുടെ ആനിവേഴ്സറിയും
പിന്നെ നമ്മുടെ കുഞ്ഞു വരാൻ പോകുന്ന സന്തോഷവും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അതെ, എനിക്കിപ്പോ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനും കൂടുതൽ അതാണ് നമുക്കിപ്പോ നമ്മള് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞ് വരുന്നതിന്റെ ആ ഒരു ത്രില്ലിലാണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ്, ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, ഉത്തരം ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എല്ലാം ഓക്കെ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. ഇന്ന് ഇവിടെ നമ്മുടെ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നേരത്തെ നമ്മൾ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. നമ്മൾ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും ജക്കൂസിലൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഇവിടെ വന്നിരുന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ഡിന്നർ കഴിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നൈറ്റും എങ്ങനെ കഴിയുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മോർണിംഗ് കാണാം. ശരിക്കും ഇങ്ങനെ എവിടെയെങ്കിലും വന്ന് റിലാക്സ് ചെയ്യണം, അങ്ങനെയായിരുന്നു. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്രാവശ്യം സൈറ്റ് സീയിങ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ അഡ്വഞ്ചറും ഹൈക്കിങ്ങും പ്രശ്നമൊന്നും ഒരു കാര്യമില്ല. ജസ്റ്റ് നമ്മൾ വരുന്നു, നമ്മൾ ഇവിടെ വന്ന ഒരു നല്ല കോസി സ്ഥലത്ത് വന്ന് നമ്മൾ റിലാക്സ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, പോകുന്നു വീട്ടിൽ. ഇനി എല്ലാ സൈറ്റ് സീയിങ്ങും അഡ്വഞ്ചറസ് ആക്ടിവിറ്റി എല്ലാം കൊച്ചു വന്നു. അതെ, ഇനി ഞങ്ങൾ 3 പേരും കൂടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. ഹലോ ഇവിടെ ഉറക്കമാണെങ്കിൽ ആമയാണോ? ഉറക്കമാണെങ്കിൽ ഹലോ, ഇന്ന് ബർത്ത്ഡേ കാളാണ്. ഇറ്റ്സ് November 1st today. ബർത്ത്ഡേ. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ. വാ എനിക്ക് ഇവിടുത്തെ സ്റ്റേയും മതിയാക്കി ഞങ്ങൾ പോവാണ് ഗൈസ്. ഇനിയും നേരെ നമ്മുടെ വീട്ടിലേക്ക്, ഹോൾസിലേക്ക് പോവാണ്. ഇനി അടുത്തൊരു ട്രിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മുടെ ബേബി ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിരുന്നു. ബർത്ത്ഡേയും ബേബി മൂണും എല്ലാം അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു ലഞ്ച് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും പോകുന്ന വഴിക്ക് കാണാം. ഇനി ലഞ്ചുണ്ട്. നമ്മൾ ഇത്രയും ദിവസം, ഈ കഴിഞ്ഞ 2 ദിവസം വെസ്റ്റേൺ ഫുഡൊക്കെ കഴിച്ച് മടുത്തൊരു പരിവായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടുന്ന് നേരെ കാൽഗറിക്ക് വിടാം. കാൽഗറിക്ക് വിട്ട് അല്ലുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് നല്ല നാടൻ ഫുഡ് കഴിക്കാമെന്ന്. ഓക്കെ, എനിക്കതാ വേണ്ടത്. അതാ വേണ്ടത്. നാക്കൊക്കെ ഒരു പരുവായില്ലേ വെസ്റ്റേൺ. കാൽഗറി പോയിട്ട് ലഞ്ച് കഴിക്കണം. എന്നിട്ട് കാൽഗറിയിലേക്ക് പോകുന്നത് തന്നെ ഈ നമ്മുടെ തനി നാടൻ കേരള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഏരിയയിൽ എവിടെയും കിട്ടത്തില്ലല്ലോ. അതെ, എങ്ങും കിട്ടത്തില്ല ഇവിടെ. പിന്നെ അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാല്ലേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ സ്റ്റേ? ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണോ എമറാൾഡ് ലേക്ക് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? രണ്ടും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. എമറാൾഡ് ലേക്കിൽ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഫുഡും സെറ്റപ്പ് ഒക്കെ. ഇവിടെ റിലാക്സ് ചെയ്യാൻ പറ്റി, അതായിരുന്നല്ലോ എനിക്ക് വേണ്ടത്. ജക്കൂസിയില്. ഓക്കെ, നമുക്ക് വിട്ടാലോ? ഓക്കെ, ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ചെക്കൗട്ട് ആണ്. അപ്പോൾ 12 മണിയായി. അപ്പോൾ ഇനി വിശന്നൊരു പരിഭവമാകുന്നതിന് മുമ്പേ നേരെ അങ്ങ് കാൽഗറിയിൽ ചെല്ലട്ടെ. ഓക്കെ, ബിൽഡിങ്ങിലാണ് നിന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് ഷാലറ്റ്സ് ഉണ്ട്. പല രീതിയിലുള്ള 2 ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഷാലറ്റ്സ് ഉണ്ട്. അതേപോലെ ഒരു ഫാമിലിക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന കുഞ്ഞു ഷാലറ്റ്സ് തന്നെ ഇവിടെ ഉണ്ട്. ഈ ലോഞ്ച് ഏരിയയുടെ വെളിയിൽ തന്നെ ഇങ്ങനെ ഒരു ഡെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇവിടെ ഒരു ലോക്ക് കോമ്പിനേഷൻ ഉണ്ട്. വെൽക്കം ടു മൈ ഹൗസ്. ഏതാ ഇതോ? ഇതാണോ ഹൗസ്? ഓക്കെ. ഇതെന്താ സംഭവം? പഴയ രാജകുമാരിയുടെ കണ്ടാന്ന് തോന്നുന്നു.
അപ്പോൾ ഗൈസ് അല്ലുതായതാ മറ്റേ ഫുട്ബോളൊക്കെ തോറ്റ് തുന്നമ്പാടി ഇറങ്ങി പോകുന്നു. ഞാനാണ് വിന്നർ. ഞാൻ വിട്ടുകൊടുത്തതാ. അങ്ങനെ അല്ലേ? ഇനി അവിടെ എന്തോ കാണിക്കാൻ പോകുന്നത് നീ? സ്നോ കണ്ടിട്ടില്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റേയും കഴിഞ്ഞു. നമ്മൾ നേരെ കാൽഗറിക്ക് പോവാം. യെസ്, ബർത്ത്ഡേ ഗേൾ ഇതാണ്ട് ഈ വർഷം ചട്ടിച്ചോറും ഒക്കെ ആയിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടായിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഇതേപോലെ ചട്ടിച്ചോറൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ വൃത്തി എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് അറിയുന്നത്? ചട്ടിച്ചോറ്. ഇവിടുന്ന് ഞങ്ങൾ ഷട്ടിൽ സർവീസ് അടിക്കുകയായിരുന്നു ചട്ടിച്ചോറ് വെച്ചോണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് നന്ദു ആയിരുന്നു എപ്പോഴും കൊണ്ട് തന്നോണ്ടിരുന്നത്. അതെ, പാവം നന്ദു എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ചട്ടിച്ചോറുമായിട്ട് വരുമായിരുന്നു. ഇവിടെ രസത്തിൽ നിന്നല്ല, ജിഞ്ചകാലിക്ക് നിന്നായിരുന്നു പുള്ളി ചട്ടിച്ചോറ് ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതെ, ആ കഴിപ്പൊന്ന് കാണട്ടെ. എവിടെ തുടങ്ങണം? മീൻകറിയൊക്കെ വെച്ച് ഇടിയടച്ച് കിട്ടിയോ? രണ്ടു ദിവസം വെസ്റ്റേൺ അടിച്ച് നാക്കിൻ്റെ ബെല്ലും ബ്രേക്കും ഒക്കെ പോയിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാം തിരിച്ചു വന്നു. ടേസ്റ്റ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. പക്ക ഹാപ്പി. ബിരിയാണി, മട്ടൻ ബിരിയാണി. ഓൾവേസ് ബിരിയാണി ഫാൻ. അങ്ങനെയുണ്ട്. കുഴപ്പമില്ല. പല്ലുവിനുള്ള അടുത്ത സർപ്രൈസ്. Happy birthday to you. Luka paട്ട്. Happy birthday to you. അല്ല, നിങ്ങൾ നിൽക്കുക, ഞാൻ വരാം. ഫേവറേറ്റ് ആളാ.